Yes, good evening. Good evening, sir. Yes, okay. നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് സാധാരണ പോലെ സിനോണിംസും ആന്റണിംസും നിങ്ങൾക്ക് തരാം. ഓക്കെ, അവിടെ മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് മ്യൂട്ട് ചെയ്യും. ഓക്കെ, ആദ്യത്തെ വേർഡ്, ഫസ്റ്റ് വേർഡ് ആന്റിക്. ANTIQUE. ആന്റിക്. ആന്റിക് എന്ന ആ വാക്കിന്റെ മീനിങ് പ്രാചീനമായ അല്ലെങ്കിൽ പുരാതനമായ. ആന്റിക്, പഴക്കം ചെന്ന. അതിന്റെ സിനോണിംസ് ഒന്ന് ഏൻഷ്യന്റ്, ANCIENT. ഏൻഷ്യന്റ്. സ്പെല്ലിംഗ് ഒന്നുകൂടി പറയൂ സർ. ഏതാ ഇപ്പൊ പറഞ്ഞ സിനോണിംസിന്റെ? ANTIQUE, ആന്റിക്. അതിന്റെ സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഏൻഷ്യന്റ്, ANCIENT. ഏൻഷ്യന്റ്, ANCIENT, ഏൻഷ്യന്റ്. മറ്റൊന്ന് പ്രിമിറ്റീവ്, PRIMITIVE. PRIMITIVE, പ്രിമിറ്റീവ്. അപ്പോ ആന്റിക് എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? പ്രാചീനമായ അല്ലെങ്കിൽ പഴക്കം ചെന്ന. An object such as a piece of furniture that is sold and offered. And the synonyms are ancient and primitive. Okay. Next word, രണ്ടാമത്തെ വേർഡ് ഇതാണ് അപ്പെക്സ്. പ്രിമിറ്റീവിന്റെ അർത്ഥം എന്ന് പറയാം. എന്തോ? പ്രിമിറ്റീവ്. പ്രിമിറ്റീവ്, PRIMITIVE. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആദിയിലുള്ള, അതായത് പുരാതന കാലത്തുള്ള എന്നാണ് ആ വാക്കിന്റെ മീനിങ്. പ്രിമിറ്റീവ് മാൻ കേട്ടല്ലേ? ആദിമ മനുഷ്യൻ. നെക്സ്റ്റ് രണ്ടാമത്തെ വേർഡ് ഇതാണ് അപ്പെക്സ്, APEX. അപ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചസ്ഥാനം അല്ലെങ്കിൽ ശിഖിരം, ഏറ്റവും ഉന്നതമായ നില. അതാണ് അപ്പെക്സ് എന്ന വാക്കിന്റെ മീനിങ്. ടോപ്പ് ഓർ ഹയസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. അപ്പെക്സ്. അതിന്റെ സിനോണിം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പീക്ക്, PEAK. PEAK, പീക്ക്. ഉച്ചകോടി. മറ്റൊന്ന് സമ്മിറ്റ്, SUMMIT.
ഞാൻ അപെക്സ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നോ? ഏതാ? അപെക്സ് കഴിഞ്ഞിട്ട് വേറെ ക്ലിയർ ആവണില്ല. അപെക്സ് കഴിഞ്ഞിട്ടേ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നു. അപ്പക്സ് എന്നുള്ളതിന്റെ സിനണിമാണ് ഒന്ന്. ആദ്യത്തേത് പീക്ക്, PEAK, പീക്ക്. ഓക്കെ, റിജോ ആ നോക്കാം. അപ്പൊ അപ്പക്സ് എന്നുള്ളതിന്റെ സിനണിമാണെന്ന് പീക്ക്, മറ്റൊന്ന് സമ്മിറ്റ്, SUMMIT, സമ്മിറ്റ്. മറ്റൊരു വേർഡ് പിനാക്കിൾ, PINNACLE. പിനാക്കിൾ എന്ന് പറഞ്ഞിട്ട് എന്താ? പരമകോടി, അതായത് എന്തിന്റെയും ഏറ്റവും അത്യുച്ഛമായ നില, കൾമിനേഷൻ ഓർ ക്ലൈമാക്സ് ഓഫ് സംതിങ്, പിനാക്കിൾ. നെക്സ്റ്റ് തേർഡ് വേർഡ് ഇതാണ്, അപ്പാരന്റ്, APPARENT. apparent, APPARENT, apparent. അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ അല്ലെങ്കിൽ ക്ലിയർ. or easy to see or understand. ക്ലാരിറ്റി അല്ല വർഗീസ്, ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യത അല്ലെങ്കിൽ വ്യക്തത എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ അപ്പാരന്റ് എന്ന വേർഡ് അഡ്ജക്റ്റീവ് ആണ്, വ്യക്തമായ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്ന് എവിഡന്റ്, EVIDENT, 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 evident. മറ്റൊന്ന് ഒബീവിയസ്, OBVIOUS. ഒബീവിയസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ, ട്രാൻസ്പെറന്റ്. മറ്റൊന്ന് ഡിസ്റ്റിങ്ക്റ്റ്, DISTINCT. DISTINCT, ഡിസ്റ്റിങ്ക്റ്റ്, വ്യക്തമായ. സിനോനി അപ്പാരന്റ് എന്നുള്ളതിന്റെ സിനോണിംസ് ആണ് ഏതൊക്കെയാണ്? എവിഡന്റ്, ഒബീവിയസ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ഇതാണ്, അപ്ലോസ്, APPLAUSE. അപ്ലോസ്, APPLAUSE. അപ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ലൗഡ്ലി. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആർത്തുവിളി അല്ലെങ്കിൽ കരഘോഷം, അനുമോദനം എന്നൊക്കെ നമുക്ക് പറയാം. അപ്ലോസ്. പിന്നെ വെർബായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് റാപ്പിഡ്ലി ടു മേക്ക് നോയ്സ്.
അപ്പൊ അപ്ലോസ് എന്നുള്ളതിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഒന്ന് പ്രൈസ്, PRAISE. അല്ല അപ്ലോസിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്നാ? എന്തോ? അപ്ലോസിന്റെ ഇംഗ്ലീഷ് മീനിങ്? And English meaning clapping of hands repeatedly to make somebody happy. അപ്ലോസിന്റെ സിനണിമാണ് ഒന്ന് പ്രൈസ്, PRAISE, പ്രൈസ്. മറ്റൊന്ന് ക്ലാപ്പിംഗ്, clapping. ഓക്കെ, ലാസ്റ്റ് വേർഡ് ഇതാണ് ഒന്ന് അപ്രിഹെൻസീവ്, APPREHENSIVE. അപ്രിഹെൻസീവ്. ഇവിടെ അപ്രിഹെൻസീവ് എന്ന വാക്കിന്റെ മീനിങ് ഭയമുള്ള അല്ലെങ്കിൽ ആശങ്കയുള്ള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്രിഹെൻസീവ്, ഫിയർഫുൾ ഓർ ആന്റിസിപ്പേറ്റിംഗ് സംതിങ് അൺപ്ലസന്റ്. ഭാവിയെ പറ്റി ആശങ്കയുള്ള, ശങ്കിക്കുന്നു എന്നല്ല, ശങ്കിക്കുന്ന. അപ്പോ അപ്രിഹെൻസീവ് എന്ന വാക്കിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്ന് ആങ്ഷ്യസ്, ANXIOUS. ആങ്ഷ്യസ്, ആ വേർഡ് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വേർഡായിരിക്കാം. ആങ്ഷ്യസ്. ആങ്സൈറ്റി എന്ന വേർഡ് കേട്ടിട്ടില്ലേ? ആങ്സൈറ്റി, അതിന്റെ അഡ്ജക്റ്റീവൽ ഫോം ആണ് ആങ്ഷ്യസ്, ആശങ്കയുള്ള. അപ്പോ അതെ, ആശങ്ക എന്നല്ല സ്മിത, ആശങ്കയുള്ള. അപ്പോ അപ്രിഹെൻസീവ് എന്ന വേർഡ് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ വേർഡ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അഡ്ജക്റ്റീവ് ഫോംസ് തന്നെ തിരഞ്ഞെടുക്കണം. ആങ്ഷ്യസ് എന്നാണ് അപ്രിഹെൻസീവിന്റെ അഡ്ജക്റ്റീവ്. മറ്റൊരു വേർഡ് ഫിയർഫുൾ, FEARFUL, ഫിയർഫുൾ. നോക്കൂ, ഈ വേർഡ് തന്നെ നിങ്ങൾ നോക്കുക, FEAR, ഫിയർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നിങ്ങൾക്കറിയാം. എന്താ ഫിയർ എന്ന് പറഞ്ഞാല്? ഭയം അല്ലേ? അതിന്റെ കൂടെ ഫ്യൂയൽ എന്ന് ചേർക്കുകയാണ്. അപ്പൊ അഡ്ജക്റ്റീവായിട്ട് മാറിയത്. ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താവും? പേടിയുള്ള അല്ലെങ്കിൽ ഭയമുള്ള. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി അല്ലെങ്കിൽ ഭയം. ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? പേടിയുള്ള അല്ലെങ്കിൽ ഭയമുള്ള. ഭയാനകരം അറിയോ? ഭയാനകരം എന്ന് പറയോ സർ? ഭയാനകമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ നോക്കാം, നമുക്ക് സിനണിംസ് ഇതാണ്. ഒന്ന് ആന്റിക്, അതിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഏൻഷ്യന്റ്, പ്രിമിറ്റീവ്, ഈ രണ്ട് വേർഡ്സ്. മറ്റൊന്ന് അപ്പെക്സ്. അപ്പെക്സ് എന്ന വേർഡിന്റെ സിനണിംസ് ആണ് പീക്ക്, സമ്മിറ്റ്, അതുപോലെ പെനാക്കിൾ. തേർഡ് വേർഡ് അപ്പാരന്റ്. അപ്പാരന്റ് എന്ന വാക്കിന്റെ സിനണിംസ് ആണ് ഒന്ന് എവിഡന്റ്, ഒബീവിയസ്, ഡിസ്റ്റിങ്ക്റ്റ്. നെക്സ്റ്റ് അപ്ലോസ്, APPLAUSE, അപ്ലോസ്.
അനുമോദനം അപ്ലോസ് അല്ലെങ്കിൽ പറഞ്ഞോ സാറേ? എന്തോ അപ്ലോസ് പറഞ്ഞു പോയതാ. നോക്കാം. അപ്ലോസ് എന്ന വേർഡിന്റെ സിനോണിംസ് ആണ് പ്രൈസ്, ക്ലാപ്പിംഗ്, CLAPPING, ക്ലാപ്പിംഗ്. നെക്സ്റ്റ് അപ്രിഹെൻസീവ്. അപ്രിഹെൻസീവ് എന്ന വേർഡിന്റെ സിനോണിംസ് ആണ് ആങ്ഷ്യസ് ആൻഡ് ഫിയർഫുൾ, FEARFUL. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആന്റണിംസിലേക്ക് എടുക്കാം. യെസ് രേഷ്മ. ആന്റണിംസില് ആദ്യത്തെ വേർഡ് അനോണിമസ്, ANONYMOUS. എന്താണ് അനോണിമസ്? ANONYMOUS. അനോണിമസ്. അനോണിമസ് എന്ന വാക്കിന്റെ മീനിങ് എന്താണ് നമുക്കറിയാവുന്നതാണ്. അജ്ഞാതമായ അല്ലെങ്കിൽ പേരില്ലാത്ത. ഒരു അനോണിമസ് ലെറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യെസ് സുരഭി, യു ആർ റൈറ്റ്. അനോണിമസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പേരില്ലാത്ത ലെറ്റർ. പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കിട്ടിക്കാണും അനോണിമസ് ലെറ്റർ അല്ലേ? ഓക്കെ, അപ്പൊ അനോണിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാതമായ അല്ലെങ്കിൽ പേരില്ലാത്ത. അതിന്റെ ആന്റണിമാണ് ഓതന്റിക്. ഒന്ന് AUTHENTIC. ഓതന്റിക്. ഓതന്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണയുക്തമായ അല്ലെങ്കിൽ പ്രാമാണികമായ. ഓതന്റിക്. മറ്റൊരു വേർഡ് മറ്റൊന്ന് ഐഡന്റിഫൈഡ്. അതെ, സ്മിത പറഞ്ഞ പോലെ ശരിയാണ്. IDENTIFIED. ഐഡന്റിഫൈഡ്. ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമായ. അപ്പോ അനോണിമസ് എന്ന വേർഡിന്റെ ആന്റണിംസ് ആണ് ഓതന്റിക്, മറ്റൊന്ന് ഐഡന്റിഫൈഡ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സിനോണിംസിൽ ചോദിച്ചൊരു വേർഡാണ് ആന്റിക്, ANTIQUE, ആന്റിക്. ആന്റിക് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ്. ആന്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പുരാതനമായ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്സ് ഏതായിരിക്കും? നിങ്ങളുടെ ഒരു നോർമൽ സെൻസിൽ നമുക്ക് പറയാമോ? ആന്റിക്. മോഡേൺ. വെരി ഗുഡ്. മോഡേൺ ആൻഡ് ന്യൂ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ റൈറ്റ്. ഒന്ന് മോഡേൺ, മറ്റൊന്ന് കറന്റ്, CURRENT. CURRENT, കറന്റ്. പല വേർഡ്സ് നമുക്ക് പറയാം. എക്സിസ്റ്റിംഗ് എന്ന് പറയാം, EXISTING, എക്സിസ്റ്റിംഗ്. അപ്പൊ നോക്കാം, ആന്റിക് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് മോഡേൺ, കറന്റ്, എക്സിസ്റ്റിംഗ്.
നെക്സ്റ്റ് അടുത്ത വേർഡാണ് ഓക്കെ അനലോഗസ് ANALOGUS. നോക്കാം ANALOGUS അനലോഗസ്. അനലോഗസ് എന്ന് പറഞ്ഞാൽ തുല്യമായ അല്ലെങ്കിൽ സമാനമായ എന്നാണ് ആ വാക്കിന്റെ മെയിൻ. അനലോഗസ് or having analogy, analogous, തുല്യമായ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒന്ന് ഡിഫറൻറ്റ്. ഡിഫറൻറ്റ്. മറ്റൊന്ന് ഡിസിമിലർ. ഡിസിമിലർ. അപ്പോ അനലോഗസ് എന്ന വാക്കിന്റെ ആന്റണിംസ് ഒന്ന് ഡിഫറൻറ്റ്, മറ്റൊന്ന് ഡിസിമിലർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു വേർഡ് ശ്രദ്ധിക്കാം. എയ്തീസം. ATHEISM. ATHEISM. എയ്തീസം എന്നാണ് അതിന്റെ ഉച്ചാരണം. എയ്തീസം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിരീശ്വരവാദം. The belief that there is not God or disbelief in the existence of God. അതിനാണ് എയ്തീസം എന്ന് പറയുന്നത്. യെസ്, അതിന്റെ ആന്റണിം തീസം. THEISM. THEISM. തീസം. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വേർഡ് ഇതാണ് ഓട്ടോക്രസി. AUTOCRACY. ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? സ്വച്ഛാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം. സുപ്രീം പവർ ഓഫ് എ കൺട്രി invested in a single person. That is autocracy. എന്താ ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ? ഏകാധിപത്യം. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്, ഒറ്റ വേർഡുള്ളൂ, ഡെമോക്രസി. DEMOCRACY. എന്താണ്? ഡെമോക്രസി. ഡെമോക്രസി മീൻസ് എന്താ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആന്റണിംസ് ആയിട്ട് തന്നാല് ആദ്യത്തെ വേർഡ് ഒന്ന് അനോണിമസ്. അതിന്റെ ആന്റണിംസ് ആണ് ഓതന്റിക്, ഐഡന്റിഫൈഡ്. നെക്സ്റ്റ് ആന്റിക്, പുരാതനമായ. അതിന്റെ ആന്റണിംസ് ആണ് മോഡേൺ, കറക്റ്റ്. പിന്നെ അനലോഗസ്, അതിന്റെ ആന്റണിംസ് ആണ് ഡിഫറൻറ്റ്, സിമിലർ. പിന്നെ നെക്സ്റ്റ് എയ്തീസം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് തീസം. ഫിഫ്ത് വേർഡ് ഓട്ടോക്രസി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡെമോക്രസി. ഓക്കെ,
അപ്പോ സിനോണിംസ് ആൻഡ് ആന്റണിംസ് നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്ത എന്താണ് സംശയം എന്ന് വെച്ചാൽ പറയാം. നോക്കാം. ഈ ഗ്രാമറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലോസസ്. പ്രൊപ്പസിഷൻ. ഓക്കെ, അല്ല നിങ്ങൾ ഓരോരുത്തരും സംശയം ചോദിക്കുക, ഞാൻ നോക്കട്ടെ. ഷിജിൻ വർഗീസിന് പ്രൊപ്പസിഷൻ അറിയില്ല, പിന്നെ ക്ലോസസ് അറിയില്ല. പറയാം, നിങ്ങളുടെ സംശയങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടത്. നെക്സ്റ്റ്, മറ്റാർക്കും സംശയമൊന്നുമില്ല? ഓക്കെ, യെസ്, ക്ലോസസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നമുക്ക് അത് ഒരു കാര്യം ചെയ്യാം, ക്ലോസുകൾ വെച്ച് തന്നെ തുടങ്ങാം. നോക്കാം, ശ്രദ്ധിക്കുക. എന്താണ് ക്ലോസ് എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ക്ലോസ്, CLAUSE, ക്ലോസ്. അതിന്റെ റൂൾസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നോക്കാം, ശ്രദ്ധിക്കാം. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് എ സെന്റൻസ് and has a subject and a finite verb is called a clause. അതായത് ഒരു സബ്ജക്റ്റും അതുപോലെ ഒരു വെർബും ഉള്ള സാധാരണ പോലുള്ള ഒരു വാക്യം ആയിരിക്കണം. എന്നാൽ ആ ഭാഗം ഒരു സെന്റൻസിന്റെ ഭാഗവും കൂടിയായിരിക്കണം. അതായത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഭാഗമായിരിക്കുന്നതും എന്നാൽ ഒരു സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉള്ളതുമായിട്ടുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ക്ലോസ് എന്ന് പറയണത്. എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? ക്ലോസ് എന്താന്ന് പറയാമോ? വാട്ട് ഈസ് എ ക്ലോസ്? A group of words that includes a subject and a verb and forms a sentence or part of a sentence. Forms the part of a sentence. നിങ്ങൾ തന്നെ പറയത്. അതായത് ഒരു സെന്റൻസിന്റെ ഭാഗമായിരിക്കണം. മാത്രമല്ല അതിലൊരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് പലതരത്തിലുണ്ട്. നോക്കാം, ഞാനൊരു വാക്യം നിങ്ങളോട് പറയാം. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ഇഫ് യു കം വിത്ത് മീ. നോക്കൂ, വാക്യം നോക്കൂ. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ഇഫ് യു കം വിത്ത് മീ. ഇതിലെ ക്ലോസസ് ഏതൊക്കെയാണ്?
ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകും. ഇഫ് യു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോകും. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങള്. അല്ല, ക്ലോസ് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയാനാണ്. അത് കുറച്ച് സമയം എടുക്കും നിങ്ങളോടത് പറയാൻ. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ആ വാക്യം നോക്ക, ഐ എന്ന സബ്ജക്റ്റ് ഉണ്ട്, വിൽ ഗോ എന്ന വെർബ് ഉണ്ട്, പിന്നെ ടു ദ മാർക്കറ്റ് എന്ന അടുത്ത ഒരു ഫ്രൈസ് ഉണ്ട്. അപ്പോ ഈ വാക്യത്തിൽ ഐ സബ്ജക്റ്റ്, വിൽ ഗോ വെർബ്, സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. അതുകൊണ്ട് അത് ഒരു ക്ലോസ് ആണ്. ഒരു സബ്ജക്റ്റും ഒരു പ്രഡിക്കറ്റുമുള്ള ഇത്തരത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. സെന്റൻസ് തന്നെ എന്ന് നമുക്ക് പറയാം. ഇഫ് യു കം വിത്ത് മീ, എന്താ ഇഫ് യു കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഇഫ്, എങ്കിൽ, അല്ലെ? ഇഫ് യു കം വിത്ത് മീ, നിങ്ങൾ എന്റെ കൂടെ വരികയാണെങ്കിൽ. അപ്പൊ ഇഫ് വച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാക്യം പറയാമോ? എങ്കിൽ എന്നാണ് ആ വാക്കിന്റെ മീനിങ്. ഇപ്പൊ നോക്കാം, ഇനൂനി ബിരിയാണി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുക? ഇനൂനി ബിരിയാണി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ആ വാക്യം എങ്ങനെ പറയും? സ്മിത ചോദിച്ചതിന് ഉത്തരം പറയാം. ഇഫ് ഇനൂനി പ്രിപ്പയേഴ്സ് ബിരിയാണി. സ്വപ്ന ശരിയാണോ പറഞ്ഞത്? ഇഫ് ഇനൂനി പ്രിപ്പയേഴ്സ് ബിരിയാണി. ഇനൂനി ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ ഞങ്ങൾ വരും, അത് കഴിക്കും. നമ്മൾ എങ്ങനെ പറയും? If Inuni prepares biryani, we will come and Satyaraj, അടുത്തോണ്ട് പറയും, we will come and we will come and eat. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കാം, we will come and eat എന്നുള്ളത് ഒരു മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ആണ് അത്. ഇഫ് ഇനോനി പ്രിപ്പയേഴ്സ് എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ക്ലോസ് is like a sentence. It is also a group of words that has a subject and predicate of its own. But it depends on other clause for its complete meaning. പൂർണ്ണമായ അർത്ഥത്തിന് വേണ്ടി മറ്റൊരു സെന്റൻസിനെ ആശ്രയിക്കുകയും എന്നാൽ സബ്ജക്റ്റും പ്രെഡിക്കറ്റും സ്വന്തമായിട്ടുള്ളതുമായ വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ക്ലോസ് പലതരത്തിലുണ്ട്. നൗൺ ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, ആഡ്വർബ് ക്ലോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ക്ലോസ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട്, നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി വിശദമാക്കാം. ഇനി നിങ്ങളുടെ സംശയം എന്താണ് അടുത്തത്? എന്ത് സംശയമുണ്ടോ ചോദിച്ചിരിക്കാം.
സർ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എച്ച് ഫോംസും ജെറണ്ട് ആണ്. GERUND ജെറണ്ട്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ING ഫോം ഓഫ് വെർബിന്റെ കൂടെ ING ചേർത്താൽ ജെറണ്ട് എന്ന് നമുക്ക് വിളിക്കാം. അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതുപോലെ ജെറണ്ട്, വെർബൽ നൗൺ എന്നീ പേരുകളിൽ അറിയപ്പെടുമോ? ഇൻഫിനിറ്റീവ് മറ്റൊന്നാണ്. ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കട്ടെ. റിജോ ഒരു പേന തരാമോ? ഒരു പേന തരാം. കാരണം അവരുടെ സംശയങ്ങൾ നമ്മൾ ശല്യമില്ലല്ലേ? ശല്യമേ നോക്കാം. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ പറയൂ. ഒന്ന് ജെറണ്ട് അല്ലേ? ഇനി എന്താ നിങ്ങൾക്ക് ജെറണ്ടും ഇൻഫിനിറ്റീവ്. അടുത്ത നിങ്ങളുടെ സംശയങ്ങൾ പറയാം. ബിറ്റ്വീൻ ആൻഡ് എമംഗ്. അത് ഷിജിൻ വർഗീസ് കഴിഞ്ഞ ദിവസം ആരോ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾക്കോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയാനാണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇടയിൽ എന്നാണ്. ഇടയിൽ, അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ എന്ന് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബിറ്റ്വീൻ ഷിജിൻ വർഗീസ് ആൻഡ് സ്വപ്ന എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നയ്ക്കും ഷിജിൻ വർഗീസിനും ഇടയിൽ, ആ രണ്ടാളുകൾക്കും ഇടയിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ എമംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടത്തിൽ. എന്താ? എമംഗ് ദ പീപ്പിൾ, എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ. അപ്പോ രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെയോ അവക്കിടയിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ധാരാളം ആളുകൾക്കിടയിൽ എന്ന് പറയാനാണ് അല്ലെങ്കിൽ ധാരാളം വസ്തുക്കൾക്കിടയിൽ എന്ന് പറയാനാണ് എമംഗ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒന്നാമത്തെ സംശയം ഇവിടെ ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നിങ്ങളുടെ സംശയം എന്താണെന്ന് ചോദിക്കുക. നെക്സ്റ്റ് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഇനിയിപ്പോ നിങ്ങളുടെ സംശയങ്ങളാണ്. പാസീവ് വോയിസ്. ഓക്കെ, ശ്രുതിയാണോ ചോദിച്ചത്? ഓക്കെ, പാസീവ് വോയിസ് നമുക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണോ? കോമ്പൗണ്ട് വേർഡ്സ്. പറഞ്ഞോളൂ. പാസീവ് വോയിസ്. അടുത്ത നിങ്ങളുടെ സംശയം പറയാം. റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ, ഷിജിൻ വർഗീസ് എഗ്രിമെന്റ് ഓഫ് ദ സബ്ജക്ട് വിത്ത് വെർബ്. അത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. കോൺകോർഡ്. യെസ്, ലേറ്റർ, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. അത് ഞാൻ അടുത്ത ദിവസം പറയാം. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്. അത് ധാരാളം ഉണ്ട് ഷിജിൻ വർഗീസ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളെ പറയാം. നമുക്കിപ്പോ എന്തായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് പറയാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വേണേ വൈൻഡപ്പ് ചെയ്യാം. We will meet next day. Okay. Tense പറയാം. താങ്ക് യു സർ. A new question was posted in. മനസ്സിലായില്ല? കറക്ഷൻ ഓഫ് സെന്റൻസസ്. അല്ല, അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. Okay then. താങ്ക് യു സർ. Okay. ഋജ, ഒരു ഇത് വിളിച്ചോന്നായിട്ട് പോയി നോക്കുന്നു.